ഹലോ ഗൈസ്, നിഫ്റ്റി 50 ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നത്. സിമ്പിൾ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. പിവറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി, പിവറ്റ് ഇൻഡിക്കേറ്ററിൻ്റെ സപ്പോർട്ടോടുകൂടി ഒരു പ്രൈസ് ആക്ഷൻ ലെവലിൽ മാർക്കറ്റ് എവിടെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ചെയ്ത് അത് നോക്കി നമുക്ക് നാളത്തെ മാർക്കറ്റിൽ ഏത് മൂവ്മെൻറ്റ്സിൽ നമുക്ക് ക്യാച്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, ഇത് ഡേ ചാർട്ടാണ്. ഡേ ചാർട്ടിൽ ഒരു അപ്സൈഡ് മൂവ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്സൈഡ് റാലിയാണ് 3 days ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഒരു കൺസോളിഡേഷൻ ഫേസ് ചെയ്തതിന് ശേഷം പിന്നീട് മാർക്കറ്റ് ആ ലെവലിലേക്ക് എത്തിയേക്കുവാണ്. ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് മൂവ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ അപ്സൈഡ് മൂവിൽ നമുക്ക് ഈ ഒരു ലെവൽ തന്നെ മാർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന ഈ ഒരു ലെവലിലാണ് നമുക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് 25,330 ലെവലിലാണ്. ഇത് 25,220 ലെവലിലാണ് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. ഒരു 100 പോയിൻ്റ് അപ്സൈഡ് മൂവാണ് ഇതിനകത്ത് എക്സെപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റ് സപ്പോർട്ടായിട്ട് 25,090 ആ റേഞ്ചിലേക്ക് നോക്കാവുന്നതാണ്. ഇന്നത്തെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു നെഗറ്റീവ്, ഇൻഡെക്സുകളൊക്കെ നെഗറ്റീവ് ആണെന്ന് മോർണിംഗ് ടൈമിലായിരുന്നു. പക്ഷേ നിഫ്റ്റി ഒരു സപ്പോർട്ട് എടുത്ത് അപ്സൈഡിലേക്ക് റാലി ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു ലെവൽ നോക്കുമ്പോഴത്തേക്കിന് മാർക്കറ്റ് കണ്ടിന്യൂസ് ഒരു അപ്സൈഡ് ലെവലിലേക്ക് പോയിരിക്കുവാണ്. ഈ ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ ഉണ്ടാകാൻ വളരെ സാധ്യതയാണ്. നാളത്തെ മാർക്കറ്റിൽ എക്സ്പയറി ഡേ ആണ്. അപ്പോൾ അതനുസരിച്ച് മാർക്കറ്റിൽ ഒരു അനാലിസിസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഇമ്പോർട്ടൻസ് അടുത്ത് കൊടുത്തിരിക്കുന്ന ഈ ലെവൽസൊക്കെ ആ മാർക്കറ്റിൽ നാളത്തെ ഒരു മാർക്കറ്റിൽ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റിയിൽ ഈ ഒരു ഹൈപ്പ് റാലി കണ്ടിന്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു ഡൗൺ ട്രെൻഡിലേക്കുള്ള ആ ഒരു 100 പോയിൻ്റ് മൂവ്മെൻറ്റ്സ് എങ്കിലും ഡൗൺ സൈഡിലേക്ക് വരാനും നാളത്തെ ഒരു എക്സ്പയറി ഡേയിൽ വളരെയേറെ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഏതൊക്കെ ലെവൽസ് എന്നൊന്ന് മാർക്ക് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയുടെ 5 minutes ചാർട്ടാണ് ഇത് കണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മാർക്കറ്റ് മോർണിംഗ് ടൈംസിൽ ഒരു നല്ലൊരു അപ്പ് റാലി തന്നെയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഇന്നലത്തെ ആ ഒരു സ്റ്റേജിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വന്ന ആ സ്റ്റേജിലേക്ക് നമുക്ക് അപ്പ് സൈഡിലേക്ക് ആ ക്ലോസിംഗ് ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നല്ലൊരു മൂവ്മെൻറ്റ്സ് നാളത്തെ എക്സ്പയറിക്ക് ഡിപ്പെൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് ചെയ്തതിന് ശേഷം പിന്നീട് അപ്പ് സൈഡിലേക്ക് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് ഇത് റെസിസ്റ്റൻസ് ഫേസിലേക്ക് വന്നിരിക്കുകയാണ്. ഇതൊരു 4 times റെസിസ്റ്റൻസ് തന്നിരിക്കുന്ന ആ ലെവലിലേക്ക് വന്ന് ഇതൊരു ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 58,000 ആ റേഞ്ചിലേക്ക് പോകാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ഹൈപ്പ് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഇതൊരു ബ്രേക്കൗട്ട് ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. ഇതൊരു ഇമ്മീഡിയറ്റ് ബ്രേക്കൗട്ട് ലെവലാണെങ്കിൽ ഇതിന് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 57,300 ആണ്. ആ ലെവൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യേണ്ട ഒരു പ്ലേസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 56,700 റേഞ്ചിലേക്കാണ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നാളത്തെ ഒരു മാർക്കറ്റിൻ്റെ എക്സ്പയറി ലെവൽ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഒരു നല്ലൊരു മൂവ്മെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാകാൻ സാധ്യത. അതനുസരിച്ച് നിങ്ങൾക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യേണ്ടതാണ്. ഇൻഡെക്സുകളെല്ലാം നെഗറ്റീവ് നിന്ന് ഏകദേശം പോസിറ്റീവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എന്നപ്പോൾ അതൊരു പോസിറ്റീവ് റേഞ്ചാണ് കാണിക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു മൂവ്മെൻറ്റ്സിൽ വളരെയേറെ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ഫോളിലേക്ക് വരാൻ. ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ഒരു ക്യാൻഡിൽ നോക്കുമ്പോൾ ബിഗ് ക്യാൻഡിലായിരുന്നു, റെഡ് ക്യാൻഡിൽ ഉണ്ടായത്. അതിനുശേഷം നോക്കുമ്പോഴത്തേക്കിനും ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വരാൻ വളരെയേറെ സാധ്യത ഉണ്ടായിരുന്നു. ആ ഒരു എക്സ്പെക്റ്റേഷന് പല ആൾക്കാരും വെയിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്താണ്. മോർണിംഗിൽ ഓപ്പൺ ആയി മാർക്കറ്റ് അതിനുശേഷം ഒരു നെഗറ്റീവ് സൈഡിലേക്ക് വന്ന് നെഗറ്റീവ് ആയില്ലെങ്കിലും ഒരു നല്ലൊരു ഫോളോ ഉണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയിൽ ഈ ഒരു ബ്രേക്ക് ലെവൽ ഇന്നത്തെ ക്ലോസിംഗ് ലെവൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഡൗൺ ട്രെൻഡിലേക്ക് വരാനുള്ള എക്സ്പെക്റ്റേഷനിൽ വളരെയേറെ ചാൻസ് കൂടുതലായിരുന്നു. അതെല്ലാവരും മാർക്കറ്റിലൊരു വ്യൂ വെച്ചാണ് ഇന്നത്തെ ട്രേഡ് ചെയ്തപ്പെട്ട് ഓപ്പോസിറ്റാണ് മാർക്കറ്റ് പോയത്. ഓക്കെ, എനിവേ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വരാൻ കാരണം കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് നാളത്തെ എക്സ്പയറിയാണ്. അപ്പോൾ ഒരു നല്ലൊരു അനാലിസിസ് ശേഷം നിങ്ങൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് കിട്ടുവാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഷോർട്ട് വീഡിയോസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റോക്സിൻ്റെ എൻട്രി, ടാർഗറ്റ്, എക്സിറ്റ് ലെവലൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, പുതിയൊരു വീഡിയോയിൽ പിന്നീട് കാണും വരെ ബൈ ബൈ, താങ്ക് യു.